കൊച്ചിയുടെ ഹൃദയത്തിൽ തോപ്പുംപടിയെ ഒരു പുതിയ രുചിലോകം നിങ്ങൾക്കായിതാ ബനാവിൽ. അവിൽ മിൽക്കിൽ ഫ്രഷ്നെസിന്റെയും ക്വാളിറ്റിയുടെയും മറുവാക്ക്. ഓർമ്മകൾ പങ്കുവെക്കാൻ, കൂട്ടുകൂടാൻ, ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം. 80-ൽ പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ. കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിലുണ്ട് കൂടെ. അവിൽ മിൽക്ക് മാത്രമല്ല, കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ഫലൂഡകളും വിവിധ തരം ഷേക്കുകളും. ഇന്ന് തന്നെ വരൂ ബനാവിൽ, PT ജേക്കബ് റോഡ്, തോപ്പുംപടി, കൊച്ചി. മനുഷ്യനിൽ ദൈവത്തെ ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെ മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി. കാലടി താന്നിപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നിസ്വാർത്ഥത സേവനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സുപ്രീം കോടതി മുൻ ജഡ്ജിയും മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷവും ഞാൻ പോകും. എല്ലാ വർഷവും മദർ തെരേസ കുർബാന പങ്കെടുത്തിരുന്ന സ്ഥലത്ത് മദർ തെരേസ നിലത്താണ് ഇരുന്നിരുന്നത്. അവിടെ ആ മദർ തെരേസ ഇരിക്കണ രീതിയിലുള്ള ഒരു രൂപം ഇപ്പോഴവിടെ ഇരിപ്പുണ്ട്. പോയിട്ടോ കൈ വന്നിച്ച് മദർ കാൽക്കട്ടയിൽ പോയിട്ട് ഒന്ന് അപ്പൊ ഒന്ന് പോകുക. മദർ തെരേസ ട്രസ്റ്റ് ഉണ്ടല്ല, ഒന്നങ്ങോട്ട് പോടാ ജോൺസാ. അപ്പൊ അതുകൊണ്ട് നിങ്ങളതൊന്ന് കാണുക. നമുക്ക് തോന്നുന്നു മദർ തെരേസ ഇരിക്കണോട് ശരിക്കും അതേ രൂപത്തില് ഒരാള് സിസ്റ്റർ ഇരിക്കണ പോലെ. ഇന്ന് നമ്മൾ നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിന്റെ ഇടവകയിലാണെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. ഇവിടേക്ക് താമസം മാറ്റുന്നത് എന്നോട് പറഞ്ഞിട്ട് ഇടയില് ഇവിടെ വരും ആള് ഞങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ജസ്റ്റിസിന്റെ പേര് ബൈബിളിലുണ്ട്, ന്യായാധിപൻ. പഴയ നിയമത്തിലാണ് ന്യായാധിപൻ എന്നുള്ള പുസ്തകത്തില് ജസ്റ്റിസ് സാറിന്റെ പേര് എഴുതുന്നുണ്ട്. ഇതുപോലൊരു ന്യായാധിപൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ മനുഷ്യരെ നമ്മൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. മമ്മൂട്ടിയെ, മോഹൻലാലിനെ, അവരുടെ ചരിത്രം നമുക്കറിയില്ല. അതിനോടുകൂടി നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നു. പക്ഷെ പലരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് കണ്ടിട്ടൊന്നല്ല. താന്നിപ്പുഴ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം NP ബെന്നി ബെഹ്നാൻ നിർവഹിച്ചു. മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ MJ ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ കുര്യൻ ജോസഫിനെ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ റെവറൻഡ് ഫാദർ ഡേവിസ് ചിറമേൽ ആദരിച്ചു. ആതുരസേവ രംഗത്ത് പ്രവർത്തിക്കുന്ന റെവറൻഡ് ഫാദർ ഡേവിസ് ചിറമേലിനെ പെരുമ്പാവൂർ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി ആദരിച്ചു. ചടങ്ങിൽ ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഗുഡ് സമരിറ്റൻ പ്രവർത്തകർ, കോവിഡ് കാലത്തെ സന്നദ്ധ പ്രവർത്തകർ, കിഡ്നി ദാനം ചെയ്തവർ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോസ് തോട്ടക്കര, ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ TN, അമല ഫെലോഷിപ്പ് ചെയർമാൻ ജോർജ് പാറയ്ക്കൽ, പവിഴം ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MK രാജേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മനോജ് തോട്ടപ്പള്ളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ബിജു PM സ്വാഗതവും ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ തോമസ് KJ നന്ദിയും രേഖപ്പെടുത്തി. അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം മാത്രമല്ല, ഏത് ഔഷധത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏത് വേദനയും നമ്മൾ ഇല്ലാതാക്കുന്നത് സ്വാന്തനം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. ഈ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനം അതാണ്. ഇവിടെ ബഹുമാനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇരിക്കുന്നു. നേരത്തെ ശ്രീ ജോൺസൺ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ ഏതൊരു വ്യക്തികളെയും പേരെടുത്ത് പറയാൻ, അവർ രക്ഷകർത്താക്കളെ അറിയാൻ, ഏറ്റവും ഉന്നതമായ നീതിപീഠത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തിരുന്നപ്പോഴും ഈ താന്നിപ്പുഴയും അതുപോലെ ഒക്കലയിലുമൊക്കെ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ തലത്തിലും നേതൃത്വം കൊടുത്ത ശ്രീ കുര്യൻ ജോസഫിനെ ഇവിടെ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദരവ് അദ്ദേഹത്തിന് ഒരു പക്ഷേ മറ്റു പല പ്രദേശത്ത് ലഭിച്ച ആദരവിനേക്കാൾ ഊഷ്മളമാണ്, വൈകാരികമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഞാനിവിടെ മറ്റൊരാളിവിടെ ഇരിക്കുന്നത് നമ്മുടെ ചിറമേൽ അച്ഛനാണ്. ഈ സേവന പ്രവർത്തനത്തിൻ്റെ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ചിറമേൽ അച്ഛൻ. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മജീഷ്യൻ ജോയ്സ് മുകുടത്തിന്റെ
നേതൃത്വത്തിൽ വയോജന സദസ്സും മാജിക് വിസ്മയവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കാലടി.